ട്രെൻഡ് ചിക്സ് ഫാമിലേക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള ബാക്കിയാണ്. ചിലവ് കുറച്ച് ഒരു കൂട് എന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പണികൾ ബാക്കിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് വന്ന ചിലവുകൾ എല്ലാം വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു. പിന്നെ 2.5 ലക്ഷം ആയിട്ടുണ്ടാവും, 3 ലക്ഷം ആയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആ കൂട്ടിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമ്മൾ ഒന്നും കൂടി പറയുകയാണ്. അതുപോലെ തന്നെ കൂട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഇനി മുതലുള്ള എല്ലാ വീഡിയോയിലും ഒരു ഗിവ് അവേ ഉണ്ട്. അപ്പോൾ ആ ഗിവ് അവേയുടെ ഭാഗമായിട്ട് അതും കൃത്യമായിട്ട് പറയുകയാണ്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർക്ക് എന്തെങ്കിലും കിട്ടണം, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി വലുതാവും വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രൊമോഷൻ വെക്കുകയാണ്. അപ്പോൾ ഇനി കൂട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ആദ്യത്തെ കൂട് എന്ന് പറയുന്നത് വലുതായിട്ടുള്ള ഈ കൂടാണ്. ഉള്ളിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉള്ളിൽ ഒരു 100-300 കോയിനെ നമുക്ക് ഇടാൻ പറ്റുന്ന സ്പേസുള്ളൊരു കൂടാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കോയിനെ കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ വലുതാക്കുകയാണ് ചെയ്തത്, പാർട്ടീഷനിലാണ് ചെയ്തത്. നമ്മൾ ആദ്യം ഇതിൽ ഗ്യാപ്പ് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഗ്യാപ്പ് വരും, അത് കോഴി ഷീറ്റ് വാങ്ങി അടക്കണമെന്ന്. അപ്പോൾ ഈ കോഴി ഷീറ്റ് ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തതാണ്. അപ്പോൾ ഒരു ചെറിയ സ്പേസ് പോലും നമുക്കിവിടെ ഇല്ല. അപ്പോൾ ഒരു ജീവികൾ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, അരക്കര നെറ്റാണ്. അപ്പോൾ അരക്കര നെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ജീവികൾ കയറില്ല. പിന്നെ ഇനി നമ്മൾ കൂട്ടിലേക്ക് വരാം. കൂട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലൊന്നും കോഴികളില്ല. കോഴികളൊക്കെ തരംതിരിച്ച് നമുക്ക് മാറ്റിയിടണം. അപ്പോൾ പ്രാവിനൊരു കൂടുണ്ട്. പ്രാവിന് പറഞ്ഞാൽ എപ്പോഴും പുറത്ത് തന്നെ ഇരിക്കുക, കൂടുതൽ അങ്ങനെയൊന്നും കയറില്ല. അപ്പോൾ ഇത് നമ്മുടെ പ്രാവുകളാണ്. പ്രാവുകൾ പറവയാണിത്. പിന്നെ ഇനി ഇതെല്ലാം കോഴികളാണ്. ഇപ്പം കോഴികളുടെ കാര്യമല്ല പറയുന്നത്, കൂടിൻ്റെതാണ്. അപ്പോൾ കൂട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മളിത് പാർട്ടീഷൻ ചെയ്യാൻ അന്ന് നമ്മൾ ഈ കൂട്ടിൻ്റെ ആദ്യത്തെ ചിലവെന്ന് പറയുന്നത് 49,500 മൊത്തത്തിലൊരു കൂടിൻ്റെ പണി കഴിഞ്ഞത്. അപ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ചിലവായെന്ന് പറയാം. ഇതിൽ നമ്മൾ 22,500 ആദ്യഘട്ടമായിട്ട് GI പൈപ്പും അതുപോലെ തന്നെ നെറ്റും അതുപോലെ തന്നെ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. പച്ച നെറ്റ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. പച്ച നെറ്റിന് 1,500 രൂപയാണ് വന്നത്. 4 ഇഞ്ചിൻ്റെ പച്ച നെറ്റാണ്. 4 അടിയാണ് വരുന്നത്. 4 അടി അരക്കരയാണ് വരുന്നത്. അരക്കര 4 അടി പിന്നെ വീതിയുള്ള നെറ്റാണ് ഞാൻ ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. പച്ച നെറ്റ് മതി ഉള്ളിൽ എന്നുള്ളതുമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സാധാരണ മേശ എടുത്തിട്ട് നെറ്റ് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഷീറ്റാണ് ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ കൂട് വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഡെയിലി കൂട് വൃത്തിയാക്കണം. അപ്പോൾ ഇത് ഷീറ്റ് ഓരോ ദിവസം മാറ്റി കൊടുക്കലാണ് സാധാരണ ചെയ്യുന്നത്. എന്നെയൊക്കെ ജോലി കഴിഞ്ഞ് ഇപ്പോൾ എത്തിക്കേ ഉള്ളൂ. അപ്പോൾ ഇത് വൃത്തിയാക്കുന്ന മുമ്പ് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് വലിയ ഒരുപാട് കോഴികൾ ഇതിലിടാം. 30 കോഴിനൊക്കെ വെച്ചിട്ട് ഓരോ കൂട്ടിലും നമുക്കിടാം. ഓക്കെ, ഓരോ കൂട്ടിൽ അടിയിൽ നമുക്കൊരു 10-200 കോയിന കൊള്ളുന്ന നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 22,500 വെച്ചിട്ട് സാധനം മേടിച്ചു. പിന്നെ ഒരു 1,500 രൂപയ്ക്ക് മേശനെറ്റും വാങ്ങി. അങ്ങനെ 24 രൂപയായി. പിന്നെ കൂടെ നമുക്ക് ഇതിൻ്റെ പണി വന്നിട്ടുള്ളത് ഏകദേശം 3,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. 12,800 വെൽഡിങ്ങിന്. കഴിഞ്ഞ പണിയാറെല്ലാം നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ വേറെ ടീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വെൽഡ് ചെയ്ത് 12,800 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെൽഡിങ്ങിൻ്റെ പ്രൈസ് കഴിഞ്ഞ കൂടുണ്ടാക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞുള്ള 5 രൂപയാണ് നമുക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവായത്. ഇതിന് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നത് 12,800. അപ്പോൾ അതിൻ്റെ ചിലവ് വെൽഡിങ്ങിന് ഇത്രയും പൈസ ആവോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ സാധനം നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത് V-board എന്ന് പറയും. V-board ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ V-board കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ വെള്ളം നനഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ നനഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് പൊളിഞ്ഞു പോകും. പക്ഷേ നോർമലി വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളമായാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ V-board ആണ് വാങ്ങിയത്. അപ്പോൾ V-board നമുക്ക് ഷോർട്ട് വന്നിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ 3,250 രൂപയ്ക്ക് V-board എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ടോട്ടൽ ചിലവ് വന്നത് 24, 13 പണിക്ക് 37, 3, 40 പ്ലസ് പിന്നെ കുറച്ച് സ്ക്രൂ ഒക്കെ ഷോർട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ 1,500 രൂപയുടെ സ്ക്രൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 41 രൂപ കൂട്ടാം. 41 രൂപ വീണ്ടും ചിലവ് വന്നിട്ടുണ്ട് ഇത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർട്ടീഷൻ ചെയ്തത് ഒന്നും കൂടി ഇങ്ങോട്ട് വ്യക്തമായിട്ടിടാം. 41 ആദ്യത്തെ 49,500 അങ്ങനെ 90,000 രൂപ നമുക്ക് ഈ കൂടിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്.
പക്ഷേ നമുക്കിപ്പോൾ ഏകദേശം ഒരു കൂട്ടിൽ 10 കോയിനെ വെച്ച് ഇടുകയാണെങ്കിൽ മേലെ നമുക്ക് പാർട്ടീഷൻ ചെയ്തതിലേക്ക് 20 പാർട്ടീഷനായിട്ടുള്ള കൂടാണുള്ളത്. അപ്പോൾ 200 കോയിനെ നമുക്കിടാം. ചെറിയ കോഴിക്കുട്ടികളാണെങ്കിൽ കൂടുതലിടാം കേട്ടോ. ഞാൻ മിനിമമാണ് കൂട്ടിയത് 10. ഇപ്പം ഇതിൽ 10ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പേസ് ഉണ്ട് ഇതിൽ. പക്ഷേ 10 നോർമലി മുട്ടയിടുന്ന കോഴിയാണത്, വലിയ കോഴിയാണ്. ഇത് പിന്നെ ഒരു മുട്ടയിടാനായല്ല, ഒരു 5 മാസമായ കോഴിക്കുട്ടികളാണ്. ഇതും 10 ഉള്ളത്. 10 ഇല്ല, 3, 6, 2, 8 ഉള്ളത്. ഇതിൽ 3 ഉള്ളത്. ഇതിൽ നമുക്കുള്ളത് 3, 6, 8 ഉള്ളത്. ഇതിനൊക്കെ ഭയങ്കര സ്പേസ് ഉണ്ട്. ചെറിയ കോഴിക്കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇടാം. അപ്പോൾ നല്ല സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 കോയിനൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന കൂടാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ചോദ്യത്തിലേക്ക് ഇനി വരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാണല്ലോ നമ്മുടെ കൂട്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു 2.5 ലക്ഷം റുപ്യ ആയിട്ടുണ്ടാവും എല്ലാം കൂടി അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആകെ ചിലവായത്, ഈ പാർട്ടീഷൻ ചെയ്തത് അടക്കം ചിലവായത് 91,000 90,000 കൂട്ടിക്കോ, 90,000 രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. കൂട് മാത്രമാണെങ്കിൽ 49,500 വന്നത്. കൂട് പാർട്ടീഷൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത് പിന്നെ നമ്മളിതിനെ വെറുതെ നിങ്ങളോട് ഇങ്ങനെ വില കുറച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് തന്നെയാണ് നമ്മൾ ഇട്ടത്. നമ്മുടെ ബില്ല് നോക്കിയിട്ട് തന്നെയാണ് ഇട്ടത്. ഇനി ആയിരിക്കും തെളിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ യൂട്യൂബിൻ്റെ അടിയിലുണ്ട്. യൂട്യൂബിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ബില്ലെല്ലാം നമ്മൾ തരും. പണിക്കൂലി നമ്മൾ പണിക്കൂലിക്ക് വലിയ ബില്ലൊന്നുമില്ല, എന്നാലും നമുക്കറിയാമല്ലോ ഒരു കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി കൂടെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഡൗട്ടൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഗിവ് അവേൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഫയോമി ഒരു കൊല്ലത്തിൽ എത്ര മുട്ടയിടുമെന്നാണ്. ഒരു ഫയോമി കോഴി, സാധാരണ ഒരു കോഴി ഒരു കൊല്ലത്തിൽ എത്ര മുട്ടയിടുമെന്നാണ്. അപ്പോൾ അത് ശരിയ ഉത്തരം പറയുന്ന ഒരാളിൽ നിന്ന്, കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ നറുക്കെടുത്തിട്ട് ഒരു ഫയോമി ഡേ ഹോൾഡ് വാങ്ങാനുള്ള പൈസയോ, അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ ഡേ ഹോൾഡ് കോഴിക്കുട്ടികളെ വീട്ടിലെത്തിച്ചു കൊടുക്കും. കോഴിക്കുട്ടീനെ ഒരു കുട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെത്തിച്ചു കൊടുക്കും. ദൂരത്തുള്ളവർക്കാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്യും. ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് 400 രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത്. അപ്പോൾ അത് നമുക്കും നഷ്ടമാണ്, നിങ്ങൾക്കും നഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത്. പക്ഷേ ഫയോമി കോഴിക്കുട്ടീനെ വാങ്ങിയ ഒരു ഫോട്ടോ നമുക്ക് വിട്ടു തരണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രൈസിന് അർഹത ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഗിവ് അവേയും കൂടിയുണ്ട്. നമ്മളെ ചാനൽ ട്രെൻഡി ചിക്സ് ഫാമിൽ ഇപ്പോൾ ഓൾറെഡി 1100 സബ്സ്ക്രൈബർ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 10K സബ്സ്ക്രൈബറാണ്. അപ്പോൾ 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ 10 വീഡിയോ ഏറ്റവും റീച്ചുള്ള കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള 10 വീഡിയോ തിരഞ്ഞെടുത്ത് അതിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ അതിൽ നിന്ന് ഓരോരുത്തരെ നറുക്കെടുത്ത് അങ്ങനെ 10 പേർക്ക് 3 കോഴി വെച്ചിട്ട് 30 കോയിനെ നമ്മൾ സമ്മാനമായിട്ട് നൽകും, ഗിവ് അവേ ആയിട്ട് നൽകും. അപ്പോൾ ടോട്ടൽ 30 കോയിനെയാണ് നമ്മൾ ഗിവ് അവേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ സമ്മാനത്തിന് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് പിന്നെ കാത്തിരിക്കുക. 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വ്യൂവേഴ്സുള്ള വീഡിയോ എടുത്തിട്ട് ആ വീഡിയോസിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ് നമ്മൾ നോക്കുക. ആ കമൻറ്റുകളിൽ നിന്ന് എന്ത് കമൻറ്റ് ചെയ്യാം, ആ കമൻറ്റുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കും. അതാരാണോ കമൻറ്റ് ചെയ്തത് അവർക്കാണ് പ്രൈസ് ഉണ്ടാവുക. ഓക്കെ, അവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഈ ചാനൽ പിന്നെ വലുതാകാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഗിവ് അവേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ വലുതാകുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോകളിലൊക്കെ ഓരോ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുതിയ ഫാമുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളുണ്ടാവും. എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.